بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تقف ما ليس لك به علم إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا. വേദിയിലുള്ള കാരണവന്മാരെ, ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകരെ, സദസ്സിലുള്ള സഹോദരങ്ങളെ, സഹോദരികളെ, രക്ഷിതാക്കളെ, സർവശക്തനായ തമ്പുരാന്റെ അപാരമായ അനുഗ്രഹത്താൽ അള്ളാഹു വളരെയേറെ അനുഗ്രഹിച്ചൊരു സദസ്സിലും സന്ദർഭത്തിലുമാണ് ഞാൻ നിങ്ങളും ഒത്തുചേർന്നിരിക്കുന്നത്. എടത്തനാട്ടുകര പ്രദേശത്തുകാരായി നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സന്തോഷകരമായ അഭിമാനാർഹമായ ഒരു ദിവസമാണിന്ന്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ കാലാവസ്ഥ നമുക്ക് അനുകൂലമാകാം, പ്രതികൂലമാകാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്കറിയിക്കാനുള്ളത് എല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അനുഗ്രഹങ്ങളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. കോടാനുകോടി അനുഗ്രഹങ്ങൾ സർവശക്തനായ തമ്പുരാൻ നമുക്ക് നൽകിയിട്ടുണ്ട്. എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ദിനേന ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് ഞാൻ ഈ പരിപാടിക്ക് വീട്ടിൽ നിന്നിറങ്ങുന്ന സമയത്ത് ഒരു ഫോൺ കോൾ, ശാരീരികമായ അവസ്ഥ അനുവദിക്കാത്തതുകൊണ്ട് ആ പരിപാടിയിലേക്ക് വരാൻ എനിക്ക് സാധിക്കൂല. ഒരു ഭാഗം ചെറിയ രൂപത്തിൽ തളർച്ച വന്ന ഈ പരിപാടിയിൽ സംബന്ധിക്കണം. ബഹുമാനായ ഹുസൈൻ സലഫി അടക്കം പങ്കെടുക്കുന്ന പരിപാടിയിൽ എനിക്ക് വരാൻ വല്ലാത്ത താല്പര്യമുണ്ട്. പക്ഷേ യാത്ര ചെയ്യാനും അവിടെ വന്നിരിക്കാനും പറ്റാത്തതുകൊണ്ട് വല്ലാത്തൊരു വിഷമത്തിലാണെന്ന് പ്രിയപ്പെട്ടവരെ ഒരു ബഹുമാന്യ ദേഹം ഈ ഉള്ളവനെ വിളിച്ചപ്പോ ഈ സംസാരം കേൾക്കാൻ, ഈ ധന്യമായ സദസ്സിൽ ഒത്തുചേരാൻ എനിക്കും നിങ്ങൾക്കും അള്ളാഹു അവസരം നൽകിയത് ഒട്ടനവധി അനുഗ്രഹങ്ങൾ പടച്ചിറപ്പ് നമുക്ക് നൽകിയത് കൊണ്ടാണ്. എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട് എനിക്ക് അറിയിക്കാനുള്ളത്, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരാകണം ഞാനും നിങ്ങളും. നിങ്ങൾ ചോദിച്ചതൊക്കെയും പടച്ചിറപ്പ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അല്ലേ? എന്തെല്ലാം അനുഗ്രഹങ്ങൾ! ഏറ്റവും വലിയ അനുഗ്രഹം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ യഥാർത്ഥ വിശ്വാസികളായി മാറാൻ സാധിച്ചു എന്നതാണ്. ഈ ഭൂമിയിലെ ഒരു വിശ്വാസിക്ക് പടച്ചിറപ്പ് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്നോ? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താക്കളാക്കി മാറാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താക്കളും പ്രയോക്താക്കളുമായി മാറാൻ സാധിച്ചു എന്നാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അതോടൊപ്പം തന്നെ മറ്റെല്ലാ അനുഗ്രഹങ്ങളും, എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹം പടച്ചിറപ്പ് നമുക്ക് നൽകിയിട്ടുണ്ട്. മഴ അള്ളാന്റെ അനുഗ്രഹമാണ്. ഇനി അഥവാ മഴ പെയ്താൽ തന്നെ പെയ്യരുതേ എന്നൊരിക്കലും പ്രാർത്ഥിക്കരുത്. നിങ്ങൾ ആലോചിച്ചൊക്കെ, ഈ സദസ്സിലിരിക്കുന്ന സമയത്ത് ഒരു കുളിർക്കാറ്റ് ഇങ്ങനെ അടിച്ചു വീശുന്നു. ഞാനിവിടെ ഇങ്ങനെ ഇരുന്നപ്പോ ആ കുളിർക്കാറ്റ് ഏറ്റപ്പോ അള്ളാഹുവിന്റെ ഖുർആനിലൊരു വചനമാണ് ഓർമ്മയിൽ വന്നത്. ഹുവല്ലദീ അല്ലാഹു അരാ യുർസിലു റിയാഹ ബുശ്റാ ബൈന യദൈ റഹ്മത്തിഹി. അള്ളാഹുവിന്റെ ഖുർആൻ ആ വചനത്തിന്റെ തിളക്കം എന്റെ പ്രിയപ്പെട്ടവരെ ആലോചിക്കിൻ. പാണ്ടിക്കാട്ട് മഴ പെയ്തിട്ടുണ്ട്, മേലാറ്റൂരിൽ മഴ പെയ്തിട്ടുണ്ട്, എടത്തനാട്ടുകരിൽ മഴ പെയ്തേക്കാം. പക്ഷേ അള്ളാഹുവിന്റെ അനുഗ്രഹം, ആ അനുഗ്രഹം നമുക്ക് ചൊരിയണം. ഒരിറ്റു വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്നവരാണ് നമ്മുടെ സഹോദരങ്ങൾ ഒട്ടുമിക്ക ആളുകളും. ഇന്നാ മഴ പെയ്യാൻ അള്ളാഹിന്റെ തീരുമാനമെങ്കിൽ പെയ്യട്ടെ. അതിലാരും ഒരു മുഷിപ്പോ പെയ്യരുതേ എന്നുള്ളൊരു പ്രാർത്ഥനയോ നമുക്ക് വേണ്ട. പക്ഷേ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ എല്ലാം നമ്മൾ കൈനീട്ടി നിട്ടണം. അള്ളാഹു ആരാ? ഹുവല്ലദീ
അവനാരാ യുർസിലു റിയാഹ ബുശ്റാ ബൈന യദി റഹ്മതി, അവന്റെ കാരുണ്യം ഇങ്ങനെ ഇറങ്ങുന്നതിന്റെ ഒരു തൊട്ടുതലോടലുകൾ എന്ന നിലക്ക് അല്ലാഹു ആകുന്നു മഴയെ മുന്നോടിയായിക്കൊണ്ട് കുളിർക്കാറ്റിനെ അയക്കുന്നത്. അവിടങ്ങളിൽ പെയ്ത മഴയുടെ സുഖം നമ്മൾ ഈ ഗ്രൗണ്ടിൽ ഇരുന്നു കൊണ്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് എന്താണെന്നോ, പ്രിയപ്പെട്ട പ്രവർത്തകരെ, മുജാഹിദ് പ്രവർത്തകരെ, ഞാനും നിങ്ങളും അല്ലാഹു അനുഗ്രഹിച്ചവരാണ്. അള്ളാഹു അനുഗ്രഹിച്ചവരാണ്. നമുക്ക് ജീവിതത്തിലെ ആത്യന്തിക ലക്ഷ്യം മരണത്തിന് ശേഷം സ്വർഗം ലഭിക്കണം എന്നതാണ്. ഇന്ന് ഈ പരിപാടി വെച്ചു. 2 മാസങ്ങൾക്കും ഈ പരിപാടി ആസൂത്രണം ചെയ്തതാണ്. എത്ര സ്ഥലങ്ങളിലാണെന്നോ കുടുംബയോഗങ്ങൾ നടന്നത്. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിന്റെ യഥാർത്ഥ വെളിച്ചം യഥാർത്ഥത്തിലേക്ക് എത്തിക്കുക എന്ന സതുദ്ദേശമാണ്, അല്ലെങ്കിൽ ആളെ എണ്ണം കൂട്ടുക, അതുപോലെ തന്നെ ശക്തി തെളിയിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യം ഇതിന്റെ പിന്നില്ല. മറിച്ച് ഇസ്ലാമിന്റെ വെളിച്ചം ഇതൊക്കെ നിമിത്തമാണ്. ഇന്നിവിടെ ഒരു പരിപാടി നടക്കുന്നു. ഇതിനു വേണ്ടി ഒരൽപ്പം സമ്പത്ത് ചെലവഴിക്കേണ്ടി വരുന്നു, ഒരൽപ്പം പൈസ ചെലവാക്കേണ്ടി വന്നിട്ടുണ്ട്. 1-2 മാസങ്ങൾക്കും ഈ പരിപാടി തീരുമാനിക്കുകയും ഈ പരിപാടിയുടെ പ്രചരണാർത്ഥം ഒട്ടനവധി ദഅ്വാ പ്രവർത്തനങ്ങൾ നടത്തും. ഒരാള് ഈ പരിപാടിയോടനുബന്ധിച്ച് യഥാർത്ഥ ഇസ്ലാമിന്റെ വെളിച്ചം ലഭിക്കാൻ അവന് അവസരം ലഭിച്ചാൽ, അതുകൊണ്ട് ഈ പരിപാടികൾക്ക് എന്ത് തന്നെ പൈസ ചെലവഴിച്ചാലും എത്ര അധ്വാനങ്ങൾ ചെലവഴിച്ചാലും അത് അല്ലാഹുവിന്റെ അരികിൽ പ്രതിഫലാർഹമായ അമലാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞാനും നിങ്ങളും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് അറിയിക്കാനുള്ളത്, നമ്മൾ ദീന് പഠിക്കണം, ഇസ്ലാമിനെ പറ്റി പഠിക്കണം. എടത്തനാട്ടുകരയിലുള്ള നമ്മൾ പഠിക്കണം. നമ്മളൊക്കെ പല ആളുകളെയും താൻ എന്താണെന്നോ, ഇവിടെ കാലങ്ങളായി മുജാഹിദ് പ്രസ്ഥാനമുണ്ട്, മലയാളത്തിൽ ഖുത്ബ കേട്ടുകൊണ്ടിരിക്കുന്നവരാണ്, എന്നാ ഒക്കെ തികഞ്ഞു എന്ന ധാരണ വെച്ച് പുലർത്തുന്ന പല ആളുകളുമുണ്ട്. മത വിഷയത്തിൽ, ദീനിന്റെ കാര്യത്തിൽ നമ്മൾ ഇപ്പോഴും പൂജ്യമാണ്. നമ്മൾ ശിശുക്കളാണ്, നമ്മൾ LKG വിദ്യാർത്ഥികളാണ്. മതം പഠിക്കണം. ഇസ്ലാമിന്റെ സകലമായ വിഷയങ്ങളെ പറ്റിയും നമ്മൾ ആധികാരികമായി പഠിക്കണം. 114 സൂറയിലെ എത്ര ആയത്തുകൾ അറിയുന്നവർ ഈ സഹസിരിക്കുന്നവരുണ്ട് എന്നാലോചിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ നിങ്ങൾ മരിച്ചു പോകേണ്ടവരാണ്. സൃഷ്ടിച്ച നാഥന്റെ തീരുമാനം ഏത് നിമിഷവും പ്രിയപ്പെട്ടവരെ നമ്മൾ നടപ്പാവുക തന്നെ ചെയ്യും. അല്ലേ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഓരോ മനുഷ്യനും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. നമ്മുടെ ജീവിതത്തിന്റെ സമാരംഭം എപ്പോഴാണോ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്, നമ്മുടെ ബന്ധുമിത്രാദികൾ എപ്പോഴാണോ നമ്മുടെ വീട്ടിൽ നിന്ന്, നമ്മുടെ ഉമ്മറപ്പടിയിൽ നിന്ന് പുറത്തിറക്കുന്നത്, എന്നാണ് നമ്മുടെ ജീവിതത്തിന്റെ സമാരംഭം കുറിക്കുന്നത്. അവിടെ രക്ഷ ലഭിക്കാൻ, അന്ന് മുതൽ സന്തോഷം ലഭിക്കാൻ, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കയുടെ തലോടൽ ഏറ്റുവാങ്ങി അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ സ്വർഗത്തിലേക്ക് പോകണമെന്ന ആഗ്രഹമായിരിക്കണം ഈ പരിപാടിയിൽ ഇരുന്നുകൊണ്ട് ഈ മതോപദേശം കേൾക്കുന്ന സമയത്തും പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും പ്രചോദനമാകേണ്ടത്. സഹോദരങ്ങളെ, ദീന് പഠിക്കണമെന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. ധാരാളം ആളുകൾ അടിച്ചു നോക്കാം, അന്ധവിശ്വാസങ്ങളുടെ പിറകിൽ സഞ്ചരിക്കുന്നു. ദീനിനെ പറ്റി അറിയാത്തൊരവസ്ഥ. എന്താണ് ഇസ്ലാം, എന്താണ് തൗഹീദ്, എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്താണ് ഖുർആനും സുന്നത്തും അറിയാത്ത അവസ്ഥയുണ്ട്. ഞാൻ ഓതിക്കേൾപ്പിച്ചുവല്ലോ ഒരു വചനം. ആളുകൾ അതൂതും പറയുമ്പോ അങ്ങനെയാണോ എന്ന് വിശ്വസിക്കുകയും അത് ഏറ്റുപറയുകയും അത് പരസ്പരം ഒരു കാതിൽ നിന്ന് മറുകാതിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന വിഷമകരമായൊരവസ്ഥ. അവരോടാ ഖുർആൻ പറഞ്ഞത്, വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ, അറിവില്ലാത്ത വിഷയത്തിൽ നീ ഒരു നിലപാട് സ്വീകരിക്കരുത്. പഠിച്ച് മനസ്സിലാക്കിയിട്ടേ നിലപാട് സ്വീകരിക്കാൻ പാടൂ. ഏതെങ്കിലും ഒരു സഹോദരനെ പറ്റി ആരെങ്കിലും വ്യക്തിവിദ്വേഷത്തിന്റെ പേരിൽ എന്തെങ്കിലും ദുഷ്പ്രചരണങ്ങൾ നടത്തുമ്പോ അത് ഏറ്റെടുത്തുകൊണ്ട് അത് മറ്റുള്ളവർക്ക് പ്രചരിപ്പിക്കുന്നവരായി പ്രിയപ്പെട്ടവരെ ഒരിക്കലും മാറാൻ പാടില്ല. എന്നെ പറ്റി എന്തെങ്കിലും ഒരാൾ പറഞ്ഞുവെങ്കിൽ, ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്നെ സമീപിച്ച് ആ കാര്യങ്ങൾ ക്ലിയർ ചെയ്യുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. അതല്ല, അത് കേൾക്കുമ്പോ അതിലൊരൽപ്പം പൊടിപ്പുന്തെങ്കിലും വെച്ച് മറ്റൊരാളെ ചെവിയിലേക്ക് കേൾപ്പിക്കുന്ന പ്രചാരകരായി പ്രവർത്തകരെ നമ്മൾ മാറാൻ പാടില്ല. ഖുർആൻ പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖുൻ ബിനബയിൻ, സത്യവിശ്വാസികളെ, ഒരു അധർമ്മകാരിയായ മനുഷ്യൻ എന്തുമാവാം എന്നുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. എങ്ങനെയെങ്കിലും ഫിത്ന ഫസാദ് ഉണ്ടാക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, തമ്മിൽ വൈരങ്ങൾ ഉണ്ടാക്കുക, വിദ്വേഷങ്ങൾ ഉണ്ടാക്കുക, അതുപോലെ തന്നെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി രംഗത്തിറങ്ങി പ്രവർത്തിക്കുന്നവർ എല്ലാവരും പിശാചിന്റെ കൂട്ടാളികൾ എക്കാലഘട്ടങ്ങളിൽ ലോകത്തുണ്ടായിട്ടുണ്ട്. അല്ലാഹു പറയാ, ഏതെങ്കിലും ഒരാള് എന്തെങ്കിലും ഒരു വാർത്തയുമായി നിന്റെ അരികിൽ വന്നാൽ നീ അതിനെപ്പറ്റി കൃത്യമായി അന്വേഷിക്കണം. ഒരാളെ പറ്റി ഒരു ആരോപണം ഉന്നയിക്കുമ്പോ എന്താണത് എന്ന് നിജസ്ഥിതി അറിയണം. അതല്ലാതെ അതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു നീക്കമോ എന്തെങ്കിലും ഒരു ചലനമോ നടത്താൻ പാടില്ല. അള്ളാഹുവിന്റെ ഖുർആനിൽ സൂറത്ത് ഹുജറാത്തിൽ സത്യവിശ്വാസികളെ സംബോധന ചെയ്തുകൊണ്ട് ഖുർആൻ പറയാ, യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖുൻ ബിനബയിൻ ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാല.
അങ്ങനെ നിങ്ങൾ എടുത്തുചാട്ടം നടത്തി ആരോപണങ്ങൾ കേട്ടതിന്റെ പിന്നിൽ സഞ്ചരിച്ച് നിങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ അവസാനം നിങ്ങൾ താടിമ കൈ കൊടുത്ത് ഖേദിച്ചിരിക്കുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാകും. അരുത് എന്ന് മുസ്ലിം ഉമ്മത്തിനോട് അള്ളാഹു ഇഷ്ടപ്പെടുന്ന അടിയങ്ങളായി ജീവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മളെ പറ്റി അള്ളാഹുവിന്റെ കൽപ്പനയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ ഓരോരോ നിമിഷങ്ങളും നാളെ പരലോകത്ത് അള്ളാഹു ചോദ്യം ചെയ്യും. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബഈൻ. 2-3 കാര്യങ്ങളെ പറ്റി ചോദ്യത്തിന് വിധേയമാകാതെ ഒരു കാല് എടുത്തു വെച്ചയിടത്തുനിന്ന് പറിച്ചു ചവിട്ടാൻ സർവശക്തനായ റബ്ബ് നമ്മെ അനുവദിക്കുകയില്ല. ആലോചിച്ചു നോക്ക്, ഈ ഇരിക്കണം നമുക്കൊക്കെ അങ്ങനത്തെ ദിവസം വരാനിരിക്കുന്നു. നമ്മുടെ അറിവിനെ പറ്റി ചോദ്യം ചെയ്യും. അറിവിനെ പറ്റി ചില ആളുകൾ പറയും, ആകപ്പാടൻ കൺഫ്യൂഷൻ ആയല്ലോ, ഓലും അങ്ങനെ പറയുന്നു, ഇവരിങ്ങനെ പറയുന്നു. അല്ല, ഒരു കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കുന്നവരായിരിക്കണം വിശ്വാസി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, ലാ യകുൻ അഹദുക്കും ഇമ്മാ, ഒരിക്കലും ദ്വിമുഖ സ്വഭാവം വെച്ച് പുലർത്തുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ ആവരുത്. എല്ലാവരുടെ കൂടെ അല്ല, മറിച്ച് ഒരു ഇസ്ലാമികമായ വ്യക്തിത്വം നമ്മൾ വെച്ച് പുലർത്തണം. അതാണ് ഇൽമിനെ പറ്റി ചോദിക്കും. അള്ളാഹു നാളെ പരലോകത്ത് അറിവിനെ പറ്റി ചോദിക്കും. അള്ളാഹുവിന്റെ മുന്നിൽ ചോദ്യത്തിന് വിധേയമാകുമ്പോ ദീനിനെ പറ്റി ഞാൻ കേട്ടു, തൗഹീദിനെ പറ്റി ഞാൻ കേട്ടു, സുന്നത്തിനെ ഞാൻ കേട്ടു, ഞാൻ പഠിച്ചു, മനസ്സിലാക്കി. റബ്ബനാ ഇന്നനാ സമിഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാൻ അൻ ആമിനു ബിറബ്ബിക്കും ഫആമന്നാ. അതാണ് യഥാർത്ഥ വിശ്വാസികളുടെ നിലപാട്. അപ്പോ അറിയാത്ത കാര്യങ്ങൾ പഠിക്കണം. ചില വിഷയങ്ങളൊക്കെ മുൻകാലങ്ങളിലൊക്കെ അത് ഞങ്ങളെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ലല്ലോ. പലപ്പോഴും അതുപോലെ തന്നെ ഉള്ള സയ്യിദ് മൗലിയും പോലുള്ള പണ്ഡിതന്മാർ ൊന്നും കേൾപ്പിക്കാത്തത് എന്താ നിങ്ങൾ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? യഥാർത്ഥത്തിൽ എന്താണെന്നോ പ്രിയപ്പെട്ടവരെ, അക്കാലഘട്ടങ്ങളിൽ അറിവ് നേടാനുള്ള വഴികൾ വളരെ ശ്രമകരമായിരുന്നു. ഒരു ഹദീസ് കിട്ടണോ, ഒരു കിതാബ് കിട്ടണോ, വളരെ പ്രയാസകരമായ ഒരവസ്ഥയായിരുന്നു. ഇന്ന് വിരൽത്തുമ്പിൽ എല്ലാവർക്കും എല്ലാം സ്വന്തം കൈപ്പിടിയിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ എല്ലാ പുരോഗതിയും കൈവരിച്ചൊരു അന്തരീക്ഷമാണ്. അപ്പൊ അതല്ലാതെ 1500 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ പ്രവാചകൻ പഠിപ്പിക്കാത്തതല്ല ഇന്ന് ലോകരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച് പൂർത്തീകരിച്ച് കൈകളിൽ ഏൽപ്പിച്ച മതത്തിൽ വന്ന കാര്യങ്ങൾ ആളുകളെ കേൾപ്പിക്കുമ്പോ അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല. എങ്ങനെ നമസ്കരിക്കണം, അല്ലെ, എല്ലാ കർമ്മങ്ങൾക്കും പ്രവാചകൻ മാതൃകയുണ്ട്. നിസ്കരിച്ച് കാണിച്ചു തന്നു, അങ്ങനെ നമസ്കരിക്കണം. പ്രിയപ്പെട്ടവരെ, ഒരു സഹോദരൻ നമസ്കരിക്കുന്ന സമയത്ത് നെഞ്ചത്ത് കൈവെക്കുന്നുവെങ്കിൽ അത് അള്ളാഹുവിന്റെ പ്രവാചകനെ ഇത്തിബാ ചെയ്യുന്നത് കൊണ്ടാണ്. ഒരു സഹോദരൻ നമസ്കരിക്കുമ്പോ ചെറിയ രൂപത്തിലൊന്ന് വിരൽ ചലിപ്പിക്കുന്നുവെങ്കിൽ അത് മഹാനായ റസൂലുള്ളാഹിന്റെ ഇത്തിബാ ആണ്. റസൂൽ എന്ന കൽപ്പനകളുടെ സാക്ഷാത്കാരം എന്ന നിലക്കാണ്. പ്രിയപ്പെട്ടവരെ, പുതുതായി ഇതൊന്നും 4 ആളുകൾ കൂടിയിരുന്ന് 10 ആളുകൾ കൂടിയിരുന്ന് ആലോചിച്ച് ജനങ്ങളെ കേൾപ്പിക്കുന്ന വസ്തുക്കളല്ല. മറിച്ച് ഇസ്ലാം ദീനിൽ പ്രവാചകന്മാർ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച് പൂർത്തീകരിച്ച് കൈകളിൽ ഏൽപ്പിച്ച മതത്തിലൂടെ നമുക്ക് ലഭിച്ചതാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് എല്ലാം മനസ്സിലാക്കണം. നമ്മുടെ നാടുകളിൽ എല്ലാ സ്ഥലങ്ങളിലും ഖുർആനും ഹദീസും വ്യവസ്ഥാപിതമായി പഠിപ്പിക്കുന്ന സംവിധാനങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കുടുംബസമേതം അത്തരം സദസ്സുകളിൽ നമ്മൾ ഓരോരുത്തരും 1 മണിക്കൂർ, ഒരാഴ്ചയിൽ 1 മണിക്കൂർ സമയം ചെലവഴിക്കുന്നവരായി മാറണം. നമ്മൾ തീരുമാനിക്കണം, നമ്മൾ പോകണം, നമ്മൾ പഠിക്കണം, അറിയാത്തത് മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ അറിയാത്ത ദീനിന്റെ ബാലപാഠങ്ങൾ പോലും അറിയാത്ത ഒട്ടനവധി ആളുകൾ ഈ ഇടത്തനാട്ടുകരയിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്നും മടി കാണിക്കാതെ അതൊക്കെ അന്തസ്സും അഭിമാനവുമാണെന്ന ബോധത്തോടു കൂടി പഠിക്കാൻ മനസ്സ് കാണിക്കണം. അപ്പൊ നമ്മുടെ അറിവിനെ പറ്റി അള്ളാഹു നാളെ പരലോകത്ത് ചോദ്യം ചെയ്യും. നമ്മുടെ യുവത്വത്തെ പറ്റി ചെറുപ്പക്കാരായ ആളുകളോട് എനിക്കറിയിക്കാനുള്ളത്, യുവത്വത്തിന്റെ പ്രസരിപ്പ് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ വിനിയോഗിക്കാൻ നമ്മൾ ഒരുക്കമാകണം. അല്ലേ, ചെറുപ്പക്കാരനായ യുവത്വത്തിന്റെ പ്രസരിപ്പ് ഉള്ള കാലഘട്ടത്തിലാണല്ലോ നമ്മുടെ എല്ലാമാണെന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രിയപ്പെട്ടവരെ തൗഹീദിനു വേണ്ടി അടരാടിയത് സമീഅനാ ഫത്തൻ. അതാണ് യുവത്വത്തിന്റെ ചുറുചുറുക്ക്, ചോരത്തിളപ്പ്. അള്ളാഹുവിന്റെ ദീനിന്റെ ദഅവത്തിന്റെ മാർഗത്തിൽ വിനിയോഗിക്കാൻ ചെറുപ്പക്കാരെ നമ്മൾ തയ്യാറാവണം. യുവത്വത്തെ പറ്റി ചോദിക്കുമ്പോ, നീ എനിക്ക് നൽകിയ ആരോഗ്യം, നല്ല ആഫിയത്തുള്ള കാലഘട്ടം നിന്റെ ദീനിന്റെ മാർഗത്തിൽ, നിന്റെ ഇസ്ലാമിന്റെ ദഅവത്തിന്റെ വഴിയിൽ ചെലവഴിക്കാൻ എനിക്ക് സാധിച്ചുവെന്ന് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കണമെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന വഴിയിൽ നമ്മുടെ യുവത്വം ചെലവഴിക്കണം. ആരോഗ്യമൊക്കെ ക്ഷയിച്ച് ഒന്നിനും പറ്റാതെ ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോ ഇന്നലകളിൽ ഞാൻ അല്പമൊക്കെ ചെയ്തല്ലോ എന്ന് സംതൃപ്തി കൈവരിക്കുന്ന ഒരവസ്ഥ വരണമെങ്കിൽ നമ്മൾ ഉള്ള സമയത്ത് കഴിവിന്റെ പരമാവധി നന്മകൾ ചെയ്യണം. അറിവിനെ പറ്റി ചോദിക്കും, യുവത്വത്തെ പറ്റി ചോദിക്കും. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അതോടൊപ്പം തന്നെ തന്റെ സ്വത്തിനെ പറ്റിയും ചോദിക്കും. എവിടുന്ന് സമ്പാദിച്ചു, എന്തിൽ ചെലവഴിച്ചു, എല്ലാ കാര്യങ്ങളെ പറ്റിയും കൃത്യമായി ചോദ്യത്തിന് വിധേയമാകാതെ ഒരടി മുന്നോട്ട് വെക്കാൻ
അള്ളാഹു അനുവദിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ആലോചിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ ഈ തിരക്കുകൾക്കിടയിൽ നിന്ന് ചുമതലയേൽപ്പിക്കപ്പെട്ട മലക്ക് വന്ന് നമ്മെ കൂട്ടിക്കൊണ്ടുപോകും. ഇന്നിവിടെ പരിപാടി ബഹുമാനായ ഹുസൈൻ സൽഫിയുടെ അവസാനത്തെ മുഖ്യപ്രഭാഷണത്തോടു കൂടി അവസാനിപ്പിക്കും എന്നാഗ്രഹിച്ചു കൊണ്ടുവന്നവരാണ് നമ്മൾ എത്ര ആളുകൾ അത് പൂർത്തീകരിച്ച് നമ്മുടെ വീടുകളിലേക്ക് തിരിച്ചെത്താൻ സാധിക്കുമെന്ന് പറയാൻ സാധ്യമല്ല. ഒരുറപ്പും നമ്മുടെ ജീവിതത്തിലില്ല, ഒരു ഗ്യാരണ്ടിയും നമ്മുടെ ജീവിതത്തിലില്ല. ഏത് സമയവും സർവശക്തനായ തമ്പുരാൻ നമ്മെ തിരിച്ചു വിളിക്കും. അതുകൊണ്ട് മരിക്കാൻ തയ്യാറായി നിൽക്കുക. മരണത്തെ കൊതിക്കണമെന്നുള്ള പറഞ്ഞതിന്റെ അർത്ഥം ഒരു വിശ്വാസിയാരാ മരിക്കാൻ തയ്യാറായി നിൽക്കണം. ഏത് സമയത്തും എന്റെ റബ്ബിനെ തിരിച്ചു വിളിച്ചാൽ അവന്റെ പ്രിയപ്പെട്ട അടിമയായി പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോരുത്തർക്കും ഈ അനുഗ്രഹീതയിൽ ഉൾപ്പെടാൻ സാധിക്കണം. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ദാസന്മാരായി അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളുടെ തലോട് ഏറ്റുവാങ്ങി അവന്റെ അനുഗ്രഹത്തിന്റെ സ്വർഗത്തിലേക്ക് എത്തിപ്പെടണം. അതിനാ സമ്മേളനങ്ങൾ, അതിനാ ദഅ്വാ പ്രവർത്തനങ്ങൾ. ഇക്കാലഘട്ടം അത്രയും നമ്മളൊക്കെ ഈ മേഖലയിൽ പ്രവർത്തിച്ചിരുന്നത് ആ ഒരു സദുദ്ദേശത്തോടു കൂടിയാണ്. എടത്തനാട്ടുകരക്കാർക്ക് ഈ സദസ്സിരിക്കുന്ന സകലരെയും അറിയുന്നവരാണ്. ഇവിടെ ജനിച്ചു വളർന്നവരാണ് ഒട്ടുമിക്ക ആളുകളും ഈ സദസ്സിലിരിക്കുന്നവർ. നമുക്കറിയാം ഈ പ്രവർത്തന മേഖലകളിൽ, ഈ എടത്തനാട്ടുകരയിലെ ദഅ്വത്തിന്റെ മേഖലകൾ പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാരാണ് പ്രിയപ്പെട്ടവരെ. അത്തരം ആളുകളെ പറ്റി അള്ളാഹുവിന്റെ ദീന് കഴിവിന്റെ രൂപത്തിൽ ഇസ്ലാമിന്റെ വെളിച്ചം, ഖുർആനിന്റെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ കേൾപ്പിക്കുന്ന ആളുകൾക്ക് ദീനില്ലെന്നും അവർ ഇസ്ലാമിന് പുറത്താണെന്നും അവർ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിക്കുകയാണെന്ന് പ്രിയപ്പെട്ടവരെ ചില തൽപര കക്ഷികൾ, ചില താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നടത്തുമ്പോ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സഹോദരങ്ങളെ, നിജസ്ഥിതികൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ വജ്ഹാണ് ഉദ്ദേശിക്കുന്നത്. ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ, ഒരാളെ പറ്റി അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുവെങ്കിൽ ആ ആരോപണം ഉന്നയിക്കുന്നവന്റെ പരലോകം വളരെ പ്രയാസകരമായിരിക്കും. സ്വന്തത്തിലേക്ക് തിരിച്ചു വരും എന്ന ഗൗരവത്തിന്റെ ആ ഒരു ഗൗരവം നാളെ പരലോകത്തെ നമ്മൾ മനസ്സിലാക്കണം. ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. അന്ന് എല്ലാവരും പടച്ചറബിന്റെ മുന്നിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ്. ഒറ്റ കുട്ടിയും ഈ ഭൂമിയിൽ ഇല്ല, അള്ളാഹുവിന്റെ തിരുസന്നിധിയിൽ എത്തിയേ പറ്റൂ. അന്നോ അവരവർ ചെയ്തതിന് അള്ളാഹു പൂർണ്ണാർത്ഥത്തിൽ പ്രതിഫലം നൽകും. അത്തരം ഒരു ലോകത്തെ നമ്മൾ കാത്തിരിക്കുന്നവരാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ സദസ്സിൽ ഒന്നിച്ചിരിക്കുവാനും അള്ളാഹു ഇഷ്ടപ്പെടുന്ന വർത്തമാനങ്ങൾ കേൾക്കാനും നമുക്ക് അവസരം ലഭിച്ചു. ഇനിയും ഒട്ടനവധി ആളുകൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ആത്യന്തം ഈ പരിപാടി സശ്രദ്ധം വീക്ഷിക്കുക. തെറ്റിദ്ധാരണയിൽ അകപ്പെട്ട ആളുകൾക്ക് കാര്യങ്ങൾ വേർതിരിച്ചു കൊടുക്കുക. അത് നമ്മുടെ ഒരു ബാധ്യതയായി ഏറ്റെടുക്കണം. പല ആളുകളും ഒന്നും അറിയാത്തവരാണ്, ജീവിതത്തിൽ പ്രഭാഷണങ്ങൾ കേൾക്കാത്തവർ. നിങ്ങൾ ആലോചിച്ച് നോക്കും, ഒട്ടും ഇസ്ലാമിനെ പറ്റി അറിയാത്ത ഒരാളോട് പോയിട്ട് ചില വിഷയങ്ങൾ പറയുമ്പോൾ ജീവിതത്തിൽ ഒന്നും ചിന്തിച്ചിട്ടില്ല, അങ്ങനെയൊക്കെ ഉണ്ടോ, അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണോ, അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നവരാണോ എന്ന് തെറ്റിദ്ധരിക്കുകയും എന്നിട്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹു ഇഷ്ടപ്പെടാത്ത വഴിയിൽ സഞ്ചരിക്കുന്ന അപൂർവം ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ സംസാരം കേൾക്കുന്ന ഓരോരുത്തരോടും ആൺ പെൺ വ്യത്യാസമില്ലാതെ എനിക്കറിയിക്കാൻ നിങ്ങൾ സശ്രദ്ധം ഇത് വീക്ഷിക്കുക. അവർക്കാണ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാൻ ഖുർആന്റെ നിർദ്ദേശം. ഒരു കൂട്ടർക്ക് നീ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്ക്. അവരാരാ? എല്ലാ വാക്കുകളും സശ്രദ്ധം വീക്ഷിക്കുകയും എന്നിട്ടോ അള്ള നൽകിയ ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ വിലയിരുത്തി അതിനെ സ്വീകരിക്കുന്നവരാണ്. ദീന് തന്റെ പരലോക രക്ഷയ്ക്ക് നിദാനമാകുന്ന കാര്യമാണ് പ്രമാണങ്ങളുടെ പിൻബലത്തിൽ നമ്മെ കേൾപ്പിക്കുന്നതെങ്കിൽ ആരാണ് കേൾപ്പിക്കുന്നത് എന്ന് നോക്കാതെ, തെളിവ് നോക്കാതെ, ആരാണ് സംസാരിക്കുന്നത് നോക്കാതെ സ്വീകരിക്കാനുള്ള നമ്മളുടെ മനസ്സുണ്ടാകണം. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. സർവശക്തനും സർവ്വലോകരക്ഷിതാവായ തമ്പുരാൻ മതത്തിന്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കി ആ പ്രമാണങ്ങൾ ഉൾക്കൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തി ഇസ്ലാമിന്റെ തൗഹീദിന്റെ യഥാർത്ഥ വെളിച്ചം യഥാർത്ഥത്തിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനങ്ങൾ കണ്ണികളായി മരിക്കുന്നവരെ സഞ്ചരിക്കാൻ ഈ സംസാരം കേൾക്കുന്ന നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് വഖൈറൽ ഹദീസ് കിതാബുല്ലാഹ്
وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إني جزيتهم اليوم بما صبروا إنهم هم الفائزون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, രാത്രിയുടെ അതിശക്തമായ ഇരുട്ടിലും പ്രത്യക്ഷമായ പകലിലും നമ്മളെ ഒരുപോലെ കാണാൻ കഴിയുന്ന സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ രഹസ്യത്തിലും പരസ്യത്തിലും സൂക്ഷ്മത പാലിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, എടത്തനാട്ടുകരയിലെ സലഫി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഒരു മഹത്തായ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരുമിച്ച് കൂടലിന് ഇവിടെ വീണ്ടും വേദി ഒരുങ്ങിയിരിക്കുകയാണ്. ഈ മഹത്തായ പ്രബോധന മാർഗത്തിൽ അങ്ങേയറ്റത്തെ ത്യാഗങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ പല പൂർവികന്മാരും കാരണവന്മാരും പണ്ഡിതന്മാരും കടന്നുപോയി. അവരുടെ പ്രവർത്തനങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അവിടെ ഖബർ ജീവിതം അള്ളാഹു സൗഭാഗ്യകരമാക്കി കൊടുക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ഈ പ്രബോധന വീതിയിൽ നിന്ന് വിട്ടുപോകാതെ തുടരാൻ അവർക്കു പിന്നിൽ അള്ളാഹു നമുക്കും സൗഭാഗ്യം കനിഞ്ഞരുളിയിരിക്കുകയാണ്. മരണം വരെ നമ്മുടെ മാതാപിതാക്കളെക്കാൾ, നമ്മുടെ മക്കളെക്കാൾ നാം സ്നേഹിക്കുന്ന ഈ സത്യമായ ആദർശത്തെ, ദീനിനെ, തൗഹീദിനെ, സലഫിയത്തിനെ പിന്തുടർന്നുകൊണ്ട് അവസാനത്തെ ശ്വാസം വരെയും നിലനിൽക്കുവാൻ, ഈ ഹിദായത്തിൽ തുടരുവാൻ അള്ളാഹു നമുക്ക് സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ മഹത്തായ വീതിയിൽ ത്യാഗങ്ങൾ അനുഷ്ഠിച്ച് മരണപ്പെട്ടുപോയ പ്രവാചകന്മാരുടെയും സ്വഹാബത്തിൻ്റെയും പൂർവികന്മാരുടെയും അവരെല്ലാവരും ഒരുമിച്ച് കൂടുന്ന വിശാലമായ സ്വർഗത്തിൽ ഒന്നിച്ചു ചേരാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, വിവാദങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും അത് നമ്മുടെ കുടുംബത്തിലും വ്യക്തിജീവിതത്തിലും സമൂഹത്തിലും നിറഞ്ഞു നിൽക്കുകയാണ്. അതിൽ ഒരു പുതുമയും നമ്മളെ സംബന്ധിച്ചിടത്തോളമില്ല. വ്യത്യസ്തങ്ങളായ രോഗങ്ങളോട് ഏറ്റുമുട്ടിക്കൊണ്ടാണ് നമ്മുടെ സങ്കീർണമായ ശരീരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കയ്യിൽ വെള്ളമെടുത്തു വെച്ച് വ്യത്യസ്തമായ ഗുളികകൾ മക്കളോ ഭാര്യയോ പൊളിച്ച് കയ്യിൽ തന്ന് 5ഉം 8ഉം ഗുളിക കഴിച്ചുറങ്ങുന്നവൻ തൻ്റെ ശരീരത്തിൽ നടക്കുന്ന രോഗസംഘട്ടനങ്ങൾക്കിടയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സംഘട്ടനങ്ങൾ നടക്കുന്നുവെങ്കിലും ജീവിതത്തെ സമാധാനകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ രോഗങ്ങൾക്കിടയിലും നമ്മൾ ശ്രമിക്കാറുണ്ട്. നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ഉള്ള സമാധാനം അനുഭവിച്ചുകൊണ്ട് നമ്മുടെ കുടുംബം സമാധാനകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമ്മുടെ പരിശ്രമങ്ങളെ കൊണ്ടും ത്യാഗങ്ങളെ കൊണ്ടും ഒരു പരിധിവരെ നമുക്ക് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, പ്രബോധന രംഗത്ത് നാം പ്രവർത്തിക്കുമ്പോഴും ചെറിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ രോഗങ്ങളോട് നമുക്ക് തോന്നാത്ത ആ മടുപ്പില്ലായ്മ, നമ്മുടെ കുടുംബ പ്രശ്നങ്ങളോട് നമുക്ക് തോന്നാത്ത ആ മടുപ്പില്ലായ്മ നമ്മുടെ പ്രബോധന രംഗത്ത്, ദീനീ രംഗത്ത് പ്രതിസന്ധികളിലും നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ആത്മധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും പ്രതിഫലേച്ഛയോടും കൂടെ അതിശക്തമായി മുന്നോട്ട് പോകുവാനുള്ള തീരുമാനമാണ് യഥാർത്ഥത്തിൽ ഇത്തരം ഒരു സമ്മേളന നഗരിയിൽ നമ്മളെ എത്തിച്ചിരിക്കുന്നത്. പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രബോധന രംഗത്ത് വരുമ്പോൾ ഈ പ്രബോധനത്തെ തടസ്സപ്പെടുത്താനാണ് അത് എന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാകുമ്പോൾ ഊർജ്ജസ്വലമായ പ്രബോധന പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ അത്തരം പ്രതിസന്ധികൾക്കുള്ള പരിഹാരം. അതുകൊണ്ട് തന്നെ എടത്തനാട്ടുകര ഒരു കാലത്തും കാണാത്ത പ്രബോധന പ്രവർത്തനങ്ങളുടെ ആവേശകരമായ മുന്നോട്ട് പോക്കാണ് യഥാർത്ഥത്തിൽ ഈ പ്രസ്ഥാനത്തെയും ഇതിന്റെ പ്രവർത്തനങ്ങളെയും
ഒരു ഗുണകാംക്ഷയോട് കൂടെ കാണാൻ പറ്റാത്ത ആളുകളുടെ കങ്ങേയറ്റത്തെ മനോവേദനയും മാനസിക സംഘർഷവും പ്രയാസവും സൃഷ്ടിച്ചുകൊണ്ട് സലഫിയത്തിന്റെ ഈ തൗഹീദിന്റെ പ്രബോധന രംഗം അതിശക്തമായി മുന്നോട്ട് പോകുന്നു എന്നത് ഈ പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള വഴി നമ്മൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മുടെ ഈ ആനുകാലികമായ നമ്മുടെ മുന്നിൽ ആസന്നമായ സന്ദർഭവും സാഹചര്യവും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഒന്നേ എനിക്ക് പറയാനുള്ളൂ, എന്ത് സംഭവിച്ചാലും നമുക്കൊരു ദൗത്യമുണ്ട്, അത് നാം മറന്നു പോകരുത്. യഥാർത്ഥത്തിൽ ഭൗതിക ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് മറ്റുള്ളവർക്കാണ്. ഞാൻ പട്ടിണി കിടന്നാലും എൻ്റെ മക്കൾ പട്ടിണി കിടന്നുകൂടാ. ഞാൻ അല്പം വേദനയും വിഷമവും സഹിച്ചാലും അതെന്റെ ഭാര്യയോട് പറഞ്ഞ് അവളെ കൂടെ ഞാൻ മാനസിക പ്രയാസത്തിലാക്കുന്നില്ല. പ്രയാസം ഞാൻ സഹിച്ചുകൊള്ളാം, അവൾ അറിയണ്ട, അത് ഉമ്മ അറിയണ്ട, വാപ്പ അറിയണ്ട. ഭൗതിക ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും സഹോദരങ്ങളെ മറ്റുള്ളവർക്ക് വരരുത്, ഞാൻ ഏറ്റെടുത്തു കൊള്ളാം എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി എന്തു ത്യാഗവും സഹിച്ചുകൊണ്ട് ഭൗതിക ജീവിതത്തിലെ മറ്റുള്ളവരുടെ വേദനകളെ പേറുകയാണ് സഹോദരങ്ങളെ നമ്മൾ. ഗൾഫിന്റെ മരുഭൂമിയിൽ 20-30 കൊല്ലം ജീവിക്കുന്നവൻ അവന്റെ പ്രശ്നത്തിനല്ല ജീവിക്കുന്നത്. അവന്റെ താഴെ വിവാഹപ്രായമെത്തുന്ന പെങ്ങൾക്ക് വേണ്ടിയാണ് അവൻ മരുഭൂമിയിൽ കഴിച്ചു കൂട്ടുന്നത്. രോഗിയായി ചികിത്സ തേടുന്ന ഉമ്മയ്ക്ക് മരുന്ന് വാങ്ങാനാണ് അവൻ കഴിച്ചു കൂട്ടുന്നത്. എന്നാൽ സഹോദരങ്ങളെ, പരലോകത്തിന്റെ വിഷയം വരുമ്പോൾ എനിക്ക് എന്റേതാണ് പ്രധാനം. എന്റെ മക്കളുടെ പരലോകം നഷ്ടപ്പെടണമെന്ന് ഞാൻ പറയുന്നില്ല. അത് നഷ്ടപ്പെടേണ്ടി വന്നാലും എനിക്ക് എന്റെ പരലോകം നഷ്ടപ്പെടുത്തിക്കൂടാ. എന്റെ ഭാര്യയുടെ പരലോകം നഷ്ടപ്പെടരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ എന്റെ പരലോകം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വന്നാൽ അവളുടെ പരലോകം എനിക്ക് പ്രശ്നമല്ല. കാരണം എന്തുകൊണ്ട്? അത് ഞാൻ തിരിച്ചറിഞ്ഞൊരു യാഥാർത്ഥ്യമാണ്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത് അതാണ്. നരകത്തുനിന്ന് നമ്മളെ തടിയെടുത്ത് പുറത്ത് കിടന്ന പരിപാടിയാണ് നമ്മൾ ആദ്യത്തെ പരിപാടി. അത് കഴിഞ്ഞിട്ടേ എന്റെ കുടുംബത്തെയും ബന്ധുക്കളെയും നാട്ടുകാരെയും നരകത്തുനിന്ന് രക്ഷപ്പെടുത്താനുള്ള ദൗത്യം ഞാൻ നിർവഹിക്കേണ്ടതുള്ളൂ. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. ഏ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ കാത്തുകൊള്ളുക, വഅഹ്ലീകും നാറാ, നിങ്ങളുടെ കുടുംബങ്ങളെയും നരകത്തിൽ നിന്ന് കാത്തുകൊള്ളുക. ആദ്യം പറഞ്ഞത് എന്താ സഹോദരങ്ങളെ? സ്വന്തത്തെ, എന്റെ തടി പുറത്ത് കിടണം, എന്റെ തടി നരകത്തുനിന്ന് പുറത്തേക്കിടാൻ എന്റെ കുടുംബം പ്രതിസന്ധിയാണെങ്കിൽ ഞാൻ അവരോട് മാറി നിൽക്കാൻ പറയും. എന്റെ ആദർശവും എന്റെ സ്വർഗവും നഷ്ടപ്പെടുത്താൻ എന്നെ പ്രേരിപ്പിക്കുന്ന എന്റെ പിതാവാണെങ്കിൽ വാത്സല്യനിധിയായ പിതാവിനോട് സ്നേഹപൂർവ്വം മാറി നിൽക്കാൻ വേണ്ടി പറയും. എന്റെ നാട്ടുകാരാണ് എന്റെ പരലോകത്തിന് തടസ്സം നിൽക്കുന്നതെങ്കിൽ അവരോട് ഞാൻ മാറി നിൽക്കാൻ പറയും. കാരണം നമ്മുടേത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളതുള്ളൂ. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ഒരു പ്രാർത്ഥന പണ്ഡിതന്മാർ തെളിവായി കൊടുക്കാറുണ്ട്. അവനാന്റെ കാര്യം പറയേണ്ടതെന്നാണ്. പാപം പൊറുക്കണേ എന്ന് പറയുമ്പോൾ ഇന്റെ പാപം പൊറുക്കണേ എന്ന് ആദ്യം പറയാം, പിന്നെ വാപ്പാന്റെ പാപം പൊറുക്കണേ എന്ന് പറയേണ്ടതുള്ളൂ. റബ്ബി ഗുഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. റബ്ബി ഗുഫിർലി, രക്ഷിതാവേ എന്റെ പാപങ്ങളെ പുറത്തു തരണേ. വലിവാലിദയ്യ, എന്റെ മാതാപിതാക്കളുടെ പാപങ്ങളും, വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളുമായ ആളുകളുടെ പാപങ്ങളെ പുറത്തു കൊടുക്കണം. ആദ്യം ആരുടെ സഹോദരങ്ങളെ? നൂഹ് നബി അലൈഹി സ്വലാം പറഞ്ഞ ഇന്റെ പാപം പടച്ചോൻ, എന്റെ പാപമാണ് ആദ്യം പൊറുക്കേണ്ടത്, പിന്നെ എന്റെ വാപ്പാന്റെയും മാന്റെയും, പിന്നെ എന്റെ വീട്ടിൽ പ്രവേശിച്ച എന്റെ കൂടെ നിൽക്കുന്ന ആദർശ ബന്ധുക്കളുടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ ഇതിനെ അനുകൂലത്തോടുകൂടെ കേൾക്കുന്നുവെങ്കിലും ഈ മഹത്തായ സദസ്സിനെ ഒരു വിഷമത്തോടുകൂടെ കാണുന്നുവെങ്കിലും നിങ്ങൾ ആരാണെങ്കിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സഹോദരങ്ങളെ, സ്വന്തം തടി മറക്കരുത്, സ്വന്തം തടി മറക്കരുത്. നമ്മളെ നരകത്തുനിന്ന് രക്ഷപ്പെടുത്താനുള്ളതാണ് ഈ ദീന്. പലർക്കും നഷ്ടപ്പെടുന്നത് എന്താണ് സഹോദരങ്ങളെ? ദീനിന്റെ വിവാദങ്ങളിൽ കുടുങ്ങിയപ്പോൾ അവരുടെ പരലോകം അവർ മറന്നുപോയി, സ്വന്തം പരലോകം അവർ മറന്നുപോയി. സഹോദരങ്ങളെ, നേതാക്കൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, താൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി, താൻ ബഹുമാനിക്കുന്നവർക്ക് വേണ്ടി അവർ നഷ്ടപ്പെടുത്തിയത് അവരുടെ പരലോകത്തെയാണ്. ഇത്രകാലം കാത്തു സൂക്ഷിച്ചു കൊണ്ടുവന്ന ഒരു മഹത്തായ ആദർശത്തെയും ദീനി ചുറ്റുപാടിനെയും സുഹൃത്തുക്കളെ മറ്റുള്ളവർക്ക് നഷ്ടപ്പെടുത്താതെയാണ് ആദർശത്തിനോട് പ്രതിബദ്ധതയുള്ളവർ ലോകത്ത് നിലനിന്നത്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒന്നാമത്തെ ദിവസം എതിർപ്പ് വന്ന് സ്വന്തം രക്തത്തിൽ ചോരയിൽ നിന്നാണ് സഹോദരങ്ങളെ. എളാപ്പയാണ്, സ്വന്തം എളാപ്പയോട് മാറി നിൽക്കാൻ പറഞ്ഞ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ആദർശത്തിന്റെ വഴിക്ക് സഞ്ചരിച്ചു. നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ, ലോകത്തെ എല്ലാ പ്രബോധകന്മാർക്കും തടസ്സമായി നിന്നത് ബന്ധുക്കളും കുടുംബങ്ങളും നാട്ടുകാരാണ്. അവിടെ സ്വന്തം തടിയെക്കുറിച്ച് ഓർത്ത് അവർ രക്ഷപ്പെടുന്നു. ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഈ വിവാദങ്ങളിൽ സഹോദരങ്ങളെ ആളുകൾ പറയുന്ന വാക്കുകളുടെ ആഴം നമ്മുടെ പല സുഹൃത്തുക്കളും മനസ്സിലാക്കിയില്ല.
മതപരമായ രംഗത്തു നിന്നും അവരെത്ര പുറകോട്ട് പോകുന്നു എന്ന് ആലോചിച്ചില്ല. ഒരിക്കലും ശിർക്കിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത ആളുകളെ കുറിച്ച് ശിർക്ക് പ്രചരിപ്പിക്കാൻ, ശിർക്കുണ്ടെന്ന് സ്ഥാപിക്കാൻ സഹോദരങ്ങളെ ചില വാചാലതയും ചില കൗശലങ്ങളും കയ്യിലുള്ളവർ ചില നമ്പറുകൾ പറഞ്ഞു കൊടുത്തു. അതിന്റെ അപ്പുറപ്പുറം കേൾക്കാതെ ആ ആശയങ്ങളെ അതേപോലെ കൊണ്ടു നടക്കുന്നവർ ഇസ്ലാമിന്റെ അഖീദയിൽ എത്രമാത്രം ഇസ്ലാമിക വിരുദ്ധ കാര്യമാണ് പറയുന്നത് എന്ന് ചിന്തിച്ചില്ല. സഹോദരങ്ങളെ ആത്മാർത്ഥമായിട്ട് ആലോചിക്കും, ഗ്രൂപ്പൊക്കെ മറന്ന് ആലോചിക്കും. ഒരു നൂറ്റാണ്ടുകാലം തൗഹീദി പ്രബോധനം നടത്തിയ തൗഹീദിന്റെ ചെറിയൊരു പുസ്തകം മുജാഹിദ് പുസ്തകത്തിൽ വായിച്ചോൻ അറിയുന്ന ഒരു വാചകം എന്തറിയോ? അഭൗതികമായ കഴിവ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അള്ളാഹ്ക്ക് മാത്രമുള്ള കഴിവിന്റെ പേരാണ് അഭൗതികം. സഹോദരങ്ങളെ, അഭൗതികമായ കഴിവ് അള്ളാഹുവിന്റെ മാത്രം എന്നത് അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയായി തൗഹീദിന്റെ ഏറ്റവും വലിയ ഭാഗമായിട്ട് പഠിപ്പിക്കപ്പെടുന്ന കാര്യമാണ്. ആ അഭൗതികമായ കഴിവ് മുഹീദ്ദീൻ ശൈഖിന് ഉണ്ട് എന്ന് വാദിച്ചപ്പോഴാണ് സമൂഹത്തിന്റെ വലിയൊരു വിഭാഗം ശിർക്കിലേക്ക് പോയത്. ആ അഭൗതികമായ കഴിവ് അള്ളാഹുവിന് മാത്രം എന്ന് പറയാൻ ധീരതയുള്ളവർ നമ്മൾ മുജാഹിദുകൾ മാത്രമാണ്. സഹോദരങ്ങളെ, ഈ പ്രസ്ഥാനത്തിന്റെ പേരിൽ ആരോപണം ഉന്നയിച്ചവരോട് നിങ്ങൾ ചോദിക്കണം, അഭൗതികമായ കഴിവ് അല്ലല്ലാത്ത ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ട് എന്ന് അവർ പറഞ്ഞാൽ സഹോദരങ്ങളെ, അവർ തൗഹീദിൽ നിന്ന് മൈലുകൾക്ക് അകലെയാണ് ജീവിക്കുന്നത്. ഇതേ അവസാനം ചെല്ലേണ്ട കെലിമത്തിന്റെ അർത്ഥമാണ് സഹോദരങ്ങളെ. ഇത് നാലാൾ തമ്മിലുള്ള മത്സരത്തിന്റെയും ഗ്രൂപ്പിന്റെയും പ്രശ്നമല്ല. ആത്മാർത്ഥമായി ചിന്തിച്ചോളി. തൗഹീദ് പറഞ്ഞ പ്രവാചകന്മാർ ഈ കാലം വരെ ജനങ്ങളോട് പറഞ്ഞത് അഭൗതികമായ കഴിവ് അള്ളാഹുവിന് മാത്രം. ഇന്ന് പറയുന്നു അഭൗതികമായ കഴിവ് മലക്കിനുണ്ടത്രേ, അഭൗതികമായ കഴിവ് ജിന്നിനുണ്ടത്രേ. ഇപ്പൊ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കൂടെ അള്ളാഹുവിന് മാത്രമുള്ള കഴിവിൽ ഇവിടെ പങ്കാളികളെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെന്തിനാ സഹോദരങ്ങളെ? പ്രവാചകന്മാരോടൊക്കാലം പഴക്കമുള്ള ഈ മഹത്തായ തൗഹീദിൽ ഇന്ന് വെള്ളം ചേർത്തത് എന്തിനാ സഹോദരങ്ങളെ? ആത്മാർത്ഥമായി ഈ പ്രബോധന രംഗത്ത് പ്രവർത്തിക്കുന്ന വലിയൊരു വിഭാഗം പ്രവർത്തകന്മാരെയും പ്രബോധകന്മാരെയും ശിർക്കിലാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ സഹോദരങ്ങളെ യാതൊരു പരലോകത്തിന്റെ ഉത്തരവാദിത്വമില്ലാത്ത, പറയുന്നതിൽ യാതൊരു ബാധ്യതയുമില്ലാത്ത എന്തെങ്കിലും വെച്ച് അസത്യമായി വിശദീകരിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാൽ മതി എന്ന് വിശ്വസിക്കുന്നവർ തൗഹീദിൽ ചേർത്ത വെള്ളം ചെറുതല്ലെന്ന് മനസ്സിലാക്കണം. നിങ്ങൾ ചോദിക്കണം, അഭൗതികമായ കഴിവ് അല്ലല്ലാത്തവർക്കുണ്ടോ എന്ന് ചോദിക്കണം. സഹോദരങ്ങളെ, അത് തൗഹീദിന്റെ അടിത്തറയാണ്. നമ്മൾ പറയുന്നു 1000 വട്ടം അഭൗതികമായ കഴിവ് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അഭൗതികമായി സഹായിക്കാൻ പടച്ചവന് മാത്രമേ പറ്റൂ. ജിന്നുകൾക്ക് അഭൗതികമായ കഴിവുണ്ടെന്ന് തെറ്റിദ്ധരിച്ചവർ സഹോദരങ്ങളെ, നിങ്ങൾ സീഡികൾ കേൾക്കണം, വിശദീകരണങ്ങൾ കേൾക്കണം. അല്ലെങ്കിൽ കെലിമത്തിന്റെ അർത്ഥത്തോടു കൂടെ മരിച്ചു പോകാൻ പറ്റൂല. തൗഹീദുള്ളവരിൽ ശിർക്ക് ആരോപിച്ചപ്പോൾ തൗഹീദിന് പുതിയ നിർവചനങ്ങൾ ഉണ്ടാക്കി, തൗഹീദിന് പുതിയ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കി. ആ വ്യാഖ്യാനങ്ങളിൽ വിശ്വസിച്ച് തൗഹീദിൽ നിന്ന് പുറത്തു കടക്കുന്ന അവസ്ഥയാണ് സഹോദരങ്ങളെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ തടി നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് പകരം നമ്മുടെ തടി നരകത്തിലേക്കിടുന്ന ഇത്തരം ഉത്തരവാദിത്തമില്ലാത്ത ചർച്ചകളും സംസാരങ്ങളും വിശദീകരണങ്ങളും എന്റെ സുഹൃത്തുക്കളും സഹോദരങ്ങളും ഈ സദസ്സിനോട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ പരലോകത്തിന് വേണ്ടി പരിശോധിക്കണമെന്ന് പുറത്തും ഉള്ളിലും കേട്ടു നിൽക്കുന്നതോട് ഞാൻ പറയാൻ സഹോദരങ്ങളെ. അതുമാത്രല്ല നമ്മുടെ ജീവനേക്കാൾ നമ്മൾ സ്നേഹിക്കേണ്ട അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്ന മഹത്തായ വചനങ്ങളെയും സുന്നത്തുകളെയും പരിഹസിക്കപ്പെടുന്ന അവസ്ഥ വന്നു. എന്തിനാ പരിഹസിക്കണേ? എന്തിനാ സഹോദരങ്ങളെ പരിഹസിക്കുന്നത്? ഒരു ഗ്രൂപ്പിന്റെ പേരിൽ. ഞാൻ ഇന്ന് അങ്ങാടിയിലൂടെ കടന്നു വരുമ്പോൾ ഞാൻ കേട്ടു, ഇവിടെ പറയുന്ന ഓരോ പ്രസംഗത്തിന്റെയും വാചകങ്ങൾക്ക് എതിർ കമന്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങാടി ഓരോ വാക്കിനെയും പരിഹസിച്ചുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, ഈ പരിഹാസം നമ്മൾ ആലോചിക്കണം. ഞാൻ വെറുതെ ആലോചിക്കണം സഹോദരങ്ങളെ. കേട്ടു നിൽക്കുന്നവരോടും ചെറിയൊരു ഗുണകാംശമുള്ളവരോടും നമുക്ക് പറയാലോ. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കുന്നു. സഹോദരങ്ങളെ, ഒരു മനുഷ്യനായി ലോകത്ത് വന്ന മഹാപ്രവാചകനെ കാണാൻ നമുക്ക് ഭാഗ്യം കിട്ടില്ല. നമുക്ക് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് മരിച്ചുപോയ വാപ്പയെയും ഉമ്മയെയും കാണാൻ ആഗ്രഹിക്കുന്നതിലേറെ നമ്മൾ ആരെ കാണാൻ ആഗ്രഹിക്കുന്നു? റസൂലുള്ളാഹിയെ കാണാൻ ആഗ്രഹിക്കുന്നു. ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ സഹോദരങ്ങളെ, ആ പ്രവാചകനെങ്ങാനും തന്റെ യഥാർത്ഥ രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ എന്തായിരിക്കും ആ പ്രവാചകന്റെ ഭാവം? സഹോദരങ്ങൾ, അത് ഇമാം തുർമുദി അശ്ശമാഇൽ മുഹമ്മദിയയിൽ പ്രവാചകന്റെ ചിരിയും മുഖവും എല്ലാം കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു സഹോദര, ആ മഹാനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്ദരമായ മുഖം ദർശിക്കാൻ ഒരാൾക്ക് പറ്റിയെങ്കിൽ ആ മുഖത്ത് സമൃദ്ധമായ ഒരു താടി ഉണ്ടായിരുന്നു. ആ പ്രവാചകന്റെ വസ്ത്രം കണങ്കാലിന്റെ ബക്കത്തായിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കാൻ സഹോദരങ്ങളെ, ഇസ്ലാമിൽ ഞങ്ങളാണ് ശരിയുടെ ആളുകളെന്നും ഞങ്ങൾ പറയുന്നതാണ് സത്യമെന്നും
നിങ്ങൾ ഈ ദീനിൽ നിന്ന് പുറത്തുപോയി എന്ന് നമ്മളെ പരിഹസിക്കുന്നവരോട് ഞാൻ ഗുണകാംക്ഷയോടെ ചോദിക്കട്ടെ, മുഖത്തു താടിയും കണങ്കാൽ വരെ വസ്ത്രവുമുള്ള ഒരുത്തിനെ കണ്ടാൽ സുഹൃത്തെ നിന്റെ മനസ്സിൽ പരിഹാസത്തിന്റെ ചിരി വരുന്നുണ്ടോ? എങ്കിൽ നിന്റെ മനസ്സിലുള്ള ഇസ്ലാം ഏതാ? നിന്റെ മനസ്സിലുള്ള ഇസ്ലാം ഏതാ സഹോദരങ്ങളെ? നെഞ്ചുവരെ തൂങ്ങിക്കിടന്നിരുന്ന സമൃദ്ധമായ ഒരു താടി സ്നേഹനിധിയായ പ്രവാചകന്റെ മുഖത്തുണ്ടായിരുന്നു. ആ പ്രവാചകന്റെ മുഖം പോലെ ഒരു മുഖം കണ്ടാൽ പരിഹാസത്തിന്റെ ചിരി വരുന്നുവെങ്കിൽ നിന്റെ മനസ്സിലുള്ള ഇസ്ലാം ഏതാ സുഹൃത്തെ? സ്നേഹത്തോടെ ചോദിക്കാണ്, നിന്റെ മനസ്സിലുള്ള ഇസ്ലാം ഏതാണ്? ആ പ്രവാചകന്റെ വസ്ത്രം കണങ്കാലിന്റെ മധ്യത്തിലായിരുന്നു. കണങ്കാലിന്റെ മധ്യത്തിൽ വസ്ത്രമുള്ള ഒരാളെ കാണുമ്പോ മനസ്സിൽ ഇങ്ങനെ ഒരു പരിഹാസം, കണ്ടോ പോണു ഒരു കോലം എന്ന് തോന്നിയാൽ നിന്റെ മനസ്സിലുള്ള ഇസ്ലാം ഏതാ? സഹോദരങ്ങളുടെ സ്നേഹത്തോടുള്ള ചോദ്യമാണ്. നിങ്ങൾക്കറിയോ സഹോദരങ്ങളെ, കേൾക്കുന്നതൊക്കെ അനുസരിച്ച് സത്യസന്ധരായി ഭക്തിയോടെ ജീവിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു സമൂഹം എന്നുണ്ട്. ആഞ്ചോക്തിന് പള്ളിയിൽ പോയി കുറച്ച് ഖുർആൻ പഠിച്ച് ദീനനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറ എന്നുണ്ട്. നാളെ പരലോകത്തൊരു രംഗം കേട്ടോളൂ. ഇന്നഹു കാന ഫരീഖും മിൻ ഇബാദി യഖൂലൂൻ റബ്ബനാ ആമന്നാ ഫഗ്ഫിർ ലനാ വർഹംനാ വഅൻത ഖൈറുർ റഹീമീൻ. സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന നല്ല ആൾക്കാരെ സ്വഭാവം പറയും. ഓല് ഇങ്ങനെ പടച്ചവനോട്, പടച്ചവനെ എനിക്ക് പുറത്തു തരണേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ, ഞങ്ങൾ വിശ്വാസിയായിരിക്കുന്നു എന്നൊക്കെ വളരെ ഭക്തിപൂർവ്വം അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. സഹോദരങ്ങളെ, ആ വിനീതരായി നല്ല നിലയ്ക്ക് ജീവിക്കുന്ന ആൾക്കാരെ തിന്നാനും പരിഹസിക്കാനുമായിട്ടൊരു കൂട്ടർ എക്കാലത്തും ഉണ്ടാകുന്നു. ഇത് പടച്ചോൻ സൂറത്ത് അൽ മുഅ്മിനൂനിൽ പറയാണ്. അടുത്ത ആയത്ത് എന്താ അറിയോ? ഫത്തഖദതുമൂഹും സിഖ്രിയാ ഹത്താ അൻസൗകും ദിക്രി. അല്ലാഹ് പറയാണ്, നാളെ പടച്ചോനെ മറക്കുന്ന രൂപത്തിൽ നിങ്ങൾ ഈ നല്ല മനുഷ്യന്മാരെ കളിയാക്കി നടന്നു. നിങ്ങളെ ദീൻ എന്തായിരുന്നു? എന്തെങ്കിലും ഒരു നല്ല കാര്യം ദീനനുസരിച്ച് ജീവിക്കണ ഒരുത്തുണ്ടെങ്കിൽ ഓനെ പരിഹസിച്ച് ഓന്റെ പിന്നാലെ നടക്കുക. നിങ്ങൾ പടച്ചവനെ പോലും മറന്നു കളഞ്ഞു എന്നാണ്. എന്നിട്ട് അല്ലാഹ് പറയാണ് പരലോകത്തുനിന്ന്, ഇന്നീ ജസൈതുഹുമുൽ യൗമ ബിമാ സബറൂ ഇന്നഹും ഹുമുൽ ഫായിസൂൻ. ഇന്നീ ജസൈതുഹുമുൽ യൗം, ഇന്ന് നിങ്ങൾക്ക് ഞാൻ കൂലി തരാണ്. കാരണം അങ്ങേയറ്റത്തെ പരിഹാസങ്ങൾ സഹിച്ചിട്ടാണ് നിങ്ങളൊരു വിശ്വാസിയായി ജീവിച്ചത്. അതുകൊണ്ട് നിങ്ങളെ ക്ഷമക്ക് പകരമായി നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാൻ പോകുകയാണെന്ന് പടച്ചോൻ പറയുന്നതാണ്. സഹോദരങ്ങളെ, നാം നല്ലോണം ആലോചിക്കണം. ഈ പരിഹാസങ്ങൾ, ദീനിനോടുള്ള പരിഹാസങ്ങളും പരിഹാസത്തിന്റെ ഒരു വാക്കും നാളെ പരലോകത്ത് നമ്മളെ തടി നരകത്തിൽ എത്തിക്കുമെന്ന് ഈ വിവാദങ്ങളിൽ പങ്കുചേർന്ന് എന്തെങ്കിലും ഒരു വിദ്വേഷത്തിന്റെയോ വ്യക്തിവിരോധത്തിന്റെ പേരിൽ സഹോദരങ്ങളെ പറഞ്ഞു നടക്കുന്നവർ ആലോചിക്കണം. ഞാൻ പറഞ്ഞത് ഈ ആശയങ്ങൾ ഇനി അഥവാ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സങ്കീർണമാണെങ്കിലും ലക്ഷണം നോക്കിയാൽ ശരി എവിടെയെന്ന് മനസ്സിലാവും സഹോദരങ്ങൾ. ഇന്നലെ എനിക്കൊരു മെസ്സേജ് വന്നു. ആ മെസ്സേജ് അയച്ച ആളെ നമ്പർ എൻ്റെ ഉണ്ടാകുന്നതുകൊണ്ട് ആ മെസ്സേജ് അയച്ച ആളെ എനിക്ക് അറിയാനും എനിക്ക് മനസ്സിലാക്കാനും പറ്റും. സഹോദരങ്ങളെ, ഇന്ന് ഈ രംഗത്ത് ഈ ആദർശത്തിലുള്ള ആളുകളെ ശിർക്കാരോപിച്ച് നടക്കുന്ന എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്താണ് ആ മെസ്സേജ് അയച്ചത്. ആ മെസ്സേജിലുള്ളത് എന്താ അറിയാം സഹോദരങ്ങളെ? ഇന്ന് എവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ട് അത്രേ. ആ പരിപാടിക്ക് ആള് പോകാതിരിക്കാനാണ് എടത്തനാട്ടുകരയിൽ ഈ സമ്മേളനം നടത്തുന്നത്. സഹോദരങ്ങളെ, ഏത് ഗ്രൂപ്പിന് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിലും നുണ പറഞ്ഞാൽ കബറിൽ മുറിക്കില്ലേ സഹോദരങ്ങളെ? ഈ കോറാച്ച് മുതൽ പെരടി വരെ മുറിക്കൂലേ? ഞാൻ എൻ്റെ സുഹൃത്ത് അസ്രഫിനെ ഞാൻ ചോദിച്ചു, ഒന്ന് ഉറപ്പ് വരുത്താൻ. ഹുസൈൻ സലഫിന്റെ പരിപാടി 2 മാസം മുമ്പെങ്കിലും ചുരുങ്ങിയത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇന്ന് നടക്കുന്ന ആ പരിപാടികളെ എന്നാ തീരുമാനിച്ചതെന്ന് എനിക്കും നിങ്ങൾക്കും അറിയാൻ പറ്റും. ഒരിക്കൽ പോലും നമ്മൾ ചിന്തിക്കാത്ത കാര്യം, ആളുകൾ സത്യമാണെന്ന് വിശ്വസിക്കുമെന്ന് തോന്നാവുന്ന കാര്യം പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഈ മഹാസദസ് പറയൂ. ആരെങ്കിലും ഇത്രയും വലിയൊരു സമ്മേളനം ആസൂത്രിതമായി നമ്മൾ നടത്തിയതിൽ ഒരുങ്ങാൻ തുടങ്ങി എത്ര കാലമായി? ഇത് ഇന്നൊന്നലെ മിഞ്ഞാന്നോ തീരുമാനിച്ച ഒരു പരിപാടിക്ക് പാലയായി നടത്തുന്നു എന്ന് മെസ്സേജ് വിടുന്നത് സഹോദരങ്ങളെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്. വിജയിക്കണം എന്നുള്ളൂ. നമ്മളുണ്ടല്ലോ, ഞാൻ എപ്പോഴും പറയാനുള്ളത് സുഹൃത്തുക്കളെ, ഈ ആദർശത്തിനെതിരെ 1000 ആളുകൾ ഉറഞ്ഞു തുള്ളി വന്നാലും ഇസ്ലാമിന്റെ മര്യാദ പ്രകാരം മാത്രമേ നമ്മളവരോട് പ്രതികരിക്കൂ. ഒരു പൈസ സ്റ്റേഷനിൽ കൈക്കൂലി കൊടുത്തിട്ട് സഹോദരങ്ങളെ നിലനിർത്താൻ അല്ല നമ്മളോട് പറഞ്ഞിട്ടില്ല ഈ ദീന്. ഒരാളെ പട്ടിയെ തല്ലുന്ന പോലെ അങ്ങാടിയിലിട്ട് തച്ച് അക്രമം കാണിച്ച് നിലനിർത്താൻ പറഞ്ഞിട്ടില്ല പടച്ചവൻ ഈ ദീന്. അതുകൊണ്ട് സഹോദരങ്ങളെ, സംസ്കാരത്തിന്റെയും ദീനിന്റെയും പരിധിയിൽ നിന്നുകൊണ്ടുള്ള പ്രതികരണങ്ങളെ നമ്മൾ നടത്തുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് പോകില്ല. എന്താ? നമ്മൾ ഇസ്ലാമിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. ലക്ഷണം നോക്കിയാൽ സഹോദരങ്ങളെ, മുജാഹിദ് പ്രസ്ഥാനം ഈ കാലം വരെ എന്താ ഒക്കെ കേൾക്കണം. ഇപ്പൊ CD ഉണ്ടായി കൊടുത്താൽ എനിക്ക് വേണ്ട, വെറുതെ പൈസ ഒന്നുമില്ല എന്ന് CD ഒന്ന് കേട്ടോ എന്ന് പറഞ്ഞാൽ വേണ്ട. സഹോദരങ്ങൾ, ഈ സ്വഭാവം എന്നെ തുടങ്ങി. എനിക്ക് കേൾക്കണ്ട, എനിക്ക് മനസ്സിലാക്കണ്ട. എല്ലാം നമുക്കൊന്ന് വെറുതെ നിരീക്ഷിച്ചാൽ അറിയാൻ പറ്റും സത്യം എവിടെ അസത്യം എവിടെ എന്ന് നമുക്ക് അറിയാൻ പറ്റും. നമ്മളൊരാൾക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ സഹോദരങ്ങളെ, അയാളെ കയ്യേറ്റം ചെയ്യാനോ തോൽപ്പിക്കാനോ അല്ല, സത്യസന്ധതയോടുകൂടെ ഗുണകാംക്ഷയോടുകൂടെയാണ് നമ്മളത് പറഞ്ഞു കൊടുക്കാറുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ശരിയായ ഇസ്ലാമിക ലക്ഷണങ്ങളോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെ
ജനങ്ങളെന്നൊരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ ഈ എടത്തനാട്ടുകരയിൽ ദീനിന്റെ നല്ലൊരു അവസ്ഥ വരണമെന്ന് വിചാരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ് സഹോദരങ്ങളെ ഈ സദസ്സിലും ഈ സ്റ്റേജിലും ഇരിക്കുന്ന ആളുകൾ. നോക്കൂ നിങ്ങൾ, ഈ മുജാഹിദ് പ്രസ്ഥാനത്തെ ഇപ്പോൾ നയിക്കുന്ന ഓരോ മഹലിലെയും കാരണവന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ മഹത്തായ ആദർശത്തെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഇതിന്റെ കൂടെ ഉണ്ട്. ഇതൊക്കെ ഇപ്പോൾ ഒരു അസത്യത്തെ സ്ഥാപിക്കാനാണ് എന്ന് ആരെങ്കിലും വിശ്വസിക്കൂ? ഒരു സത്യം ആത്മാർത്ഥമായി ഉൾക്കൊള്ളുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെ തകർക്കാനും എതിർക്കാനും നമ്മളെ എതിർക്കുന്നവർക്ക് ഒരൊറ്റ ആയുധം മാത്രമേ ഉള്ളൂ. അതെന്താ നിങ്ങൾ? ആരോപണങ്ങൾ. ഒരു വിശ്വസിക്കാവുന്ന ചില ആരോപണങ്ങൾ പറയാ, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ മനസ്സിലാക്കണം, ആരോപണങ്ങൾ എന്നെങ്കിലും ഒരിക്കൽ സഹോദരങ്ങളെ വെളിച്ചത്ത് വരും. നിങ്ങൾ ആരോപണം പറഞ്ഞവൻ നിങ്ങൾക്കെതിരെ ചിന്തിക്കുന്ന ഒരു സമയം വരും. അതുകൊണ്ട് ആത്മാർത്ഥമായി കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഈ വിവാദങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഇടയിൽ സുഹൃത്തുക്കളെ അനുകൂലിക്കുന്നവരോടും പ്രതികൂലിക്കുന്നവരോടും സത്യം മനസ്സിലാക്കിയവരോടും ആശയക്കുഴപ്പം നീങ്ങിയവരോടും നീങ്ങാത്തവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമ്മളെ തടി നരകത്തുനിന്ന് പുറത്തിടുന്ന കാര്യം മറക്കരുത്. നമ്മളെ തടി നരകത്തുനിന്ന് പുറത്തിടുന്ന കാര്യം മറന്ന് ആർക്കും പിന്തുണ പ്രഖ്യാപിക്കരുത്. സഹോദരങ്ങളെ, ആരോടൊപ്പവും നടക്കരുത്. നമ്മളെ നരകത്തിലാക്കി ഒരു പാർട്ടിയെയും നമ്മൾ സഹായിക്കരുത്. നമ്മളെ നരകത്തിലാക്കി ഒരു പ്രസ്ഥാനത്തെയും നമ്മൾ സഹായിക്കരുത്. നമ്മളെ തടി രക്ഷപ്പെടുത്താനുള്ള വിശ്വാസത്തെയും നമ്മളെ തടി രക്ഷപ്പെടുത്താനുള്ള ഈമാനിനെയും സദാചാരബോധത്തെയും നന്മയെയും കൈമുതലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അപാരമായ ഈ അനുഗ്രഹങ്ങളെയും അനുകൂലാവസ്ഥകളെയും പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മഹല്ലുകളിൽ ഇടത്തനാട്ടുകളിൽ പുതിയ വിപ്ലവത്തിന്റെ തുടക്കമാകണം ഈ മഹാസമ്മേളനം. നമ്മുടെ മഹല്ലുകളിലൊക്കെ നിസ്കരിക്കാത്ത, ദീൻ ഉൾക്കൊള്ളാത്ത, മദ്യപിക്കുന്ന, തൗഹീദിന്റെ ശരിയായ അടിത്തറ മനസ്സിലാവാത്ത 10,000 ഇനിയും നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട്. അവരെ മുഴുവനും ഈ എല്ലാ വിവാദങ്ങളും മറന്ന് പ്രബോധനത്തെ കയ്യിലെടുത്ത് സഹോദരങ്ങളെ, ആളുകളെ തെറ്റിദ്ധാരണ നീങ്ങിക്കഴിഞ്ഞു. ഇനി പ്രബോധന രംഗത്ത് ഊർജ്ജസ്വലമായി ഗൃഹയോഗങ്ങളും പൊതുപ്രഭാഷണങ്ങളും ഒക്കെയായി സജീവമായി CD വിതരണങ്ങളും ലഘുലേഖ വിതരണങ്ങളുമായി നമ്മുടെ ഇടത്തനാട്ടുകാരുടെ വിശാലമായ ഈ പ്രദേശത്ത് ആത്മാർത്ഥമായ പ്രബോധനത്തിന് ശക്തി പകരാനും ഊർജ്ജസ്വലമായ പ്രബോധനത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനും ആത്മാർത്ഥയോടെ പ്രവർത്തിക്കുവാനുമുള്ള ഒരാവേശമായി ഈ കൂട്ടായ്മ അള്ളാഹു നമ്മളിന്നും സ്വീകരിക്കുമാറാവട്ടെ. നമ്മളിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ ഖബറുകളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ഈ ഒത്തുചേരൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന ഒരു പ്രവർത്തനമായി നല്ലൊരു പരിസമാപ്തിയിലെത്തിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. ദീനിനോടും ആദർശത്തോടും സ്നേഹമുണ്ടാകുവാനും അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനും പ്രതിസന്ധികളിൽ മാറി നിൽക്കാതെ ആദർശത്തോടൊപ്പം നിന്ന് മുന്നോട്ട് പോകുവാനുമുള്ള വിശാല